നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിലേക്ക് വരുന്ന ഒരു 90% ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം PR നേടിയെടുക്കുക, അതുവഴി ഈ ഒരു UK സിറ്റിസൺ ആകുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ആയാലും വർക്ക് വിസ ആയാലും എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്. പലർക്കും അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാനൊക്കാതെ യു കെയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ യു കെയിൽ ഈ ഒരു PR എടുക്കണമെങ്കിൽ നമ്മൾ 5 വർഷം സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കണം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ എത്ര കാലം നിന്നാലും അത് കിട്ടുക അത്ര എളുപ്പമല്ല. പക്ഷേ സ്കിൽഡ് വർക്കർ വിസയിൽ നമ്മൾ 5 വർഷം നിന്നാൽ നമുക്ക് PR ലഭിക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ PR ലഭിക്കുന്ന വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ യു കെയിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന കാലഘട്ടം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു PR എടുക്കുന്നത് വരെ ഒരു സ്പോൺസറുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു സ്പോൺസർ ആയിരിക്കും നമുക്ക് വിസ തരുന്നത്. അപ്പോൾ ആ സ്പോൺസറുടെ അടുത്ത് നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യണം. പാർട്ട് ടൈം നമുക്ക് 20 അവർ പുറത്ത് ചെയ്യാം. പക്ഷേ ആ സ്പോൺസറുടെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പോൺസർ പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ വിസ ക്യാൻസൽ ചെയ്ത് നമ്മൾ അടുത്ത സ്പോൺസറെ കണ്ടെത്തണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്പോൺസറുടെ കീഴിൽ നമ്മൾ 5 വർഷം ജോലി ചെയ്തേ പറ്റുകയുള്ളൂ. അങ്ങനെ അത് നിർബന്ധമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു വർക്ക് പ്ലേസ് തിരഞ്ഞെടുക്കാനോ ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. നമുക്ക് വിസ തന്ന എംപ്ലോയറുടെ അടുത്തുള്ള ജോലി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും. കാരണം നമ്മൾക്ക് ആ വിസ വേണ്ടത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസിനും ഫുൾ ടൈം ജോലി ചെയ്യണമെങ്കിൽ അത്ര ഈസി അല്ല. കാരണം മെയിൻ ആപ്ലിക്കൻ്റെ ജോലി കഴിഞ്ഞ് മാത്രമേ അതിനുശേഷമുള്ള സമയങ്ങളിൽ മാത്രമേ ഡിപ്പെൻഡൻസിന് ജോലി ചെയ്യാനൊക്കെ ഉള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമില്ല. കുട്ടികളുള്ള ഫാമിലി ആയിട്ടുള്ളവർക്ക് എപ്പോഴും മെയിൻ ആപ്ലിക്കൻ്റെ ജോലി കഴിഞ്ഞ് മാത്രമേ ഡിപ്പെൻഡൻസിന് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഡിപ്പെൻഡൻസിന് നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിസ ഉള്ളവരുടെ ജോലിക്കായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം നമുക്ക് വിസയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ 5 വർഷം. ഈ ഒരു 5 വർഷം ഈ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടും. ഈ PR കിട്ടണമെങ്കിൽ നമുക്ക് അറിയാമല്ലോ, ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എഴുതണം. അതുകൂടാതെ ഈ വിസയുടെ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റും പാസ്സാകണം. അത് ഡിപ്പെൻഡൻസ് എല്ലാം ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ട് വരും. ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ ആർക്കും കൊണ്ട് ചെയ്യാവുന്ന. ഇത്രയും കടമ്പ കഴിഞ്ഞാണ് നമുക്ക് UK PR കിട്ടുന്നത്. ഈ PR കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 പേർക്കും മെയിൻ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡോ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്കെല്ലാം ഇഷ്ടമുള്ളിടത്ത് ജോലി ചെയ്യാം, ഇഷ്ടമുള്ള അത്രയും മണിക്കൂർ ജോലി ചെയ്യാം, ഇഷ്ടമുള്ള ഫീൽഡിൽ ജോലി ചെയ്യാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും പിന്നെ ഇല്ല. പിന്നെ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ജീവിക്കാം. അതായത് PR കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വതന്ത്ര ജീവിയായിട്ട് മാറും യു കെയിൽ. അതുവരെ നമ്മൾ വിസ തന്ന സ്ഥാപനവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ ഇങ്ങനെ ഈ വിസ കിട്ടുന്ന കാലഘട്ടം വരെ നമ്മൾ യു കെയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളിന്ന് വർക്ക് പ്ലേസ് ആയാലും നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളൊരു പബ്ലിക് സ്പേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, റോഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ വിവിധ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വിസ പുതുക്കുന്നതും അല്ലെങ്കിൽ PR ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ റിജക്റ്റ് ആകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അവരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതിന് നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുക, ഞാനിതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ PR കിട്ടുന്നവരുള്ള ബുദ്ധിമുട്ടുകൾ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറോടായാലും കിഡ്സിനോടായാലും ബിഹേവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും പോലീസ് കംപ്ലയിൻസുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കിഡ്സുമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. കാരണം അവരുടെ സ്കൂളിൽ അവരെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് 999 വിളിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കുട്ടികളെ അടിക്കുന്നതൊക്കെ സ്കൂളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് കൗൺസിലിൽ ഇൻഫോം ചെയ്യും. അങ്ങനെ അത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെതിരെ അന്വേഷണം വരും. അത് സീരിയസ് ആയിട്ട് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വരെ അവർ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ജയിലിൽ പോകാനും നമുക്ക് ക്രിമിനൽ കേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം വളരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ അടിക്കരുത്. യു കെയിൽ, ഇന്ത്യയിലെ പോലെ നമുക്ക് കുട്ടികളെ ഇവിടെ അടിക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പോലീസ് കേസ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ DBS വരെ ബാധിക്കും. DBS ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യു കെയിലെ പല ജോലികളും ചെയ്യാൻ സാധിക്കില്ല. DBS ആവശ്യപ്പെടുന്ന ഒരു ജോലിയും ചെയ്യാനൊക്കെ. അതുകൊണ്ട് വീട്ടിൽ കുട്ടികളോട് ബിഹേവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റിയാൽ അതൊരു ക്രിമിനൽ കേസായിട്ട് മാറിയാൽ അതും നമ്മുടെ വിസ ആപ്ലിക്കേഷനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഭാഗത്ത് തെറ്റുകൊണ്ട് പോയാലും ആക്സിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും നമ്മളുടെ വിസ ആപ്ലിക്കേഷനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. നമുക്ക് യു കെയിൽ എന്തെങ്കിലും ക്രിമിനൽ കേസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട്.
അന്നേരം അതിനകത്ത് നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ആ കേസ് വർക്കർ ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് നമ്മുടെ വിസ നിരസിക്കണമെങ്കിൽ ആ റീസൺ പറഞ്ഞ് നമ്മുടെ വിസ നിരസിക്കാം. അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കുക, റോഡിൽ നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുക. ഒരു കാരണവശാലും ഇൻഷുറൻസ് ഒക്കെ ഇല്ലാതെ വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇൻഷുറൻസ് ഒക്കെ ഇല്ലാതെ വണ്ടി ഓടിച്ച് ഏതെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാൽ നമ്മൾ അതിൻ്റെ ക്ലെയിം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തില്ലെങ്കിൽ അതും വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കേസായിട്ട് മാറാം. അത് നമ്മുടെ വിസ ആപ്ലിക്കേഷനെ ബാധിക്കും. ഇതൊക്കെ ഒരേ ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസസിലാണ് നമ്മുടെ വിസ ആപ്ലിക്കേഷനെ ബാധിക്കുന്നത്. ഇത് കോമൺ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത്. ഇനി മൂന്നാമത്തത് വർക്ക് പ്ലേസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അറിയാമല്ലോ, വർക്ക് പ്ലേസിലെ അബ്യൂസ് തീരെ അനുവദിക്കാത്ത ഒരു കൺട്രിയാണ് ഈ. അതിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാം. ആദ്യം തന്നെ ഇതിലൊരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ കാര്യമാണ്. ഈ നാട്ടിൽ നിന്ന് വിസ ലഭിച്ച് UK വന്നതാണ്, ആദ്യമായിട്ടാണ് ഈ ഒരു രാജ്യത്തേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, UK കൾച്ചറും ഇന്ത്യയുടെ കൾച്ചറും തികച്ചും വ്യത്യസ്തമാണ്. ഈ പയ്യൻ വന്നപ്പോൾ ഇവൻ്റെ ഓഫീസിൽ ഇവനോട് അവിടെ വന്ന പെണ്ണുങ്ങളെല്ലാം ഹഗ് ചെയ്യാറുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടി ഇവനോട് കൂടുതൽ സാന്ദ്രം കാണിക്കുക, എപ്പോഴും വന്ന് ഹഗ് ചെയ്യും, തോളേക്കായിട്ടൊക്കെ നിൽക്കും. അന്നേരം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. ഒരു ദിവസം ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ഹഗ് ചെയ്യാത്തപ്പോൾ കക്ഷി വിചാരിച്ചു പിണങ്ങി വല്ല ഇരിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണ് അത് കംപ്ലൈൻറ്റ് ചെയ്തു, അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ഈ പയ്യനെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ആ പെണ്ണ് ഇങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു സാന്ദ്രം അങ്ങോട്ട് കാണിച്ചതാണ്. പക്ഷേ ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അത് കേസായി മാറി. അറിയാമല്ലോ, UK നമുക്ക് ലേഡീസിൻ്റെ ദേഹത്ത് അനുവാദമില്ലാതെ തൊടാൻ പാടില്ല. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, അനുവാദമില്ലാതെ അവരെ തൊടാൻ പാടില്ല. അതുപോലെ തന്നെ 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളോട് തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറരുത്, ഒരു മെസ്സേജ് പോലും നമ്മുടെ മൊബൈലിൽ അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ക്രിമിനൽ കേസായിട്ട് മാറും. ആ പയ്യനെതിരെ കേസായിരിക്കുകയാണ്. കേസിൻ്റെ ഔട്ട്കം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ആ എംപ്ലോയർ ആ പയ്യൻ്റെ അടുത്ത് ഇനി അതിൻ്റെ ഔട്ട്കം വന്നിട്ട് ജോലിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് കാരണം അവൻ്റെ വിസ ക്യാൻസൽ ആക്കാനോ അല്ലെങ്കിൽ കേസ് നിരപരാധിയായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അവർ ഒരുപാട് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി ഇവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ കക്ഷിയുടെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ കയറ്റിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് പല ഡോക്ടർമാർക്കും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുള്ളത്. ചിലതൊക്കെ നിരപരാധികളായ കേസുകളുണ്ട്. നിരപരാധികളായ ഡോക്ടർമാരായിരുന്നു, അവർക്ക് കേസുകളിൽ നിന്നൊക്കെ ഊരി വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമ്മളുടെ കൾച്ചറല്ല അവരുടെ കൾച്ചർ. അന്നേരം ആ കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മളെ വന്ന് അവർ ഹഗ് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടമാകുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് ആദ്യം തന്നെ പറയുക, ഞങ്ങളുടെ കൾച്ചർ അങ്ങനെയല്ല, നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഹഗ് ചെയ്യാനൊന്നും വരില്ല. അതുപോലെ തന്നെ നമ്മളും അങ്ങോട്ട് ഇടപെടുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഇടപെടാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് കെയർ വർക്കേഴ്സായിട്ട് UK വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫീൽഡാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് ഊരിപ്പോകുന്ന ഒരു ഫീൽഡല്ല കെയർ വർക്കർ ഫീൽഡ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നത് ഒരു വർഷം മുമ്പ് നടന്ന സംഭവമാണ്. എന്നിട്ട് ആ റെസിഡൻറ്റ് മരിച്ചു പോവുകയും ചെയ്തു. അന്നേരം ആ റെസിഡൻറ്റ് ആ നഴ്സിംഗ് ഹോമിൽ ഉണ്ടായിരുന്നപ്പോൾ നടന്ന അബ്യൂസുകളാണ് ഇപ്പോൾ ആ ഫാമിലി കേസായിട്ട് പോയിരിക്കുന്നത്. ആ കേസുമായിട്ട് പോയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ റെസിഡൻറ്റ് ആ നഴ്സിംഗ് ഹോമിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് ആ റെസിഡൻറ്റിനെ അബ്യൂസ് ചെയ്തതെല്ലാം ഇവർ ഹിഡൻ ക്യാമറ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് ഹോമിൽ കിടക്കുന്ന അവരുടെ റിലേറ്റീവിനെ ഇവർ അബ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അവർ ഹിഡൻ ക്യാമറ വെക്കുകയാണ് ചെയ്തത്. ആ ഹിഡൻ ക്യാമറയിലൂടെ റിപ്പോർട്ട്സ് എല്ലാം അവരെടുത്തിട്ട് ഇപ്പോൾ അവരത് പോലീസിൽ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തു. പോലീസിൽ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തപ്പോൾ 8 പേരെ അവർ കണ്ടെത്തി. ഇവർ 6 പേർക്കെതിരെ കേസ് കൊടുത്തതായിരുന്നു. പക്ഷേ പോലീസ് 8 പേരെ കണ്ടെത്തി. അതിൽ 4 പേർക്ക് ശിക്ഷ, ഇപ്പോൾ 6 മാസം വെച്ച് ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. അതായത് അവർ ആ റെസിഡൻറ്റിനെ പിടിച്ച് തള്ളുന്നതും തിരിച്ചു മറിച്ചിടുന്നതും അങ്ങനെ ഒരുപാട് രംഗങ്ങൾ അതിനകത്ത് വീഡിയോയിൽ അവർ പിടിച്ചെടുത്തു. അപ്പോൾ ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ 6 months ജയിൽ ശിക്ഷ കിട്ടിയവർ, അവർക്ക് ഇനി ഒരു വിസയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇനി അവർക്ക് ആ വിസ റിന്യൂ ചെയ്ത് കിട്ടുകയില്ല UK. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നിങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ റെസിഡൻസുമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. നിങ്ങളുടെ കൂടെ ഉള്ളവർ വരെ വേണം നിങ്ങൾക്ക് പാര വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ അവിടെ ഹിഡൻ ക്യാമറകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പല നഴ്സിംഗ് ഹോമുകാർ തന്നെ ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും സസ്പെൻഷൻ കിട്ടി അല്ലെങ്കിൽ ഡിസ്മിസിൽ കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുമ്പോഴൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കരുത്. ഇതുപോലെ തന്നെ മറ്റൊരു നഴ്സിംഗ് ഹോമിലെയും ഇതുപോലെ തന്നെ ഹിഡൻ ക്യാമറ വെച്ച് അവർ പിടിച്ചിരുന്ന വെച്ചാൽ അവിടുത്തെ ആ റെസിഡൻറ്റിനെ ഒരു വളരെ പ്രായമുള്ള റെസിഡൻറ്റിനെ അവർ പിടിച്ച് തെള്ളി മറിച്ചിടുന്നതും കട്ടിലിൽ നിന്ന് പിടിച്ച് വലിച്ചിടുന്നതും അവർ ഹെൽപ്പിന് ചോദിച്ചിട്ട് ചെയ്യാത്തതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ആ ഹിഡൻ ക്യാമറ വഴി അവർ പിടിച്ചിരിക്കുന്നത്. അന്നേരം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ഒരു കാരണവശാലും മറ്റാരും കാണുന്നില്ലെന്ന് പറഞ്ഞ് കെയർ ഹോമിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യരുത്. വളരെ കെയർഫുൾ ആയിരിക്കുക. പിന്നെ റെസിഡൻസുമായിട്ട് ഇടപെടുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ഒരു കാരണവശാലും അവരുടെ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകരുത്. അതുപോലെ തന്നെ അവരുടെ പൈസയോ ATM കാർഡൊക്കെ ഇരിക്കുന്നു. നമ്മൾ എത്ര പ്രലോഭനം ഉണ്ടായാലും അതൊന്നും എടുക്കരുത്. അതുപോലെ തന്നെ ഡൊമിസിലറി കെയർ ആയിട്ട് നമ്മൾ വീടുകളിൽ പോയി സർവീസ് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കും. ആ വീട്ടിലെങ്കും ഒരു സാധനം നമ്മൾ ഉപയോഗിക്കരുത്. അവിടുത്തെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക.
ഇതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. കാരണം വിസയിൽ നിൽക്കുന്ന നമ്മൾക്ക് ഇതിനകത്തൂടെ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ അത് നമ്മുടെ ജോലി നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു ജോലി വേണമെങ്കിൽ നമുക്ക് DBS ഉള്ള ജോലികളാണെങ്കിൽ, ഇപ്പോൾ കെയർ ഹോം വർക്കറൊക്കെ ആണെങ്കിൽ DBS നിർബന്ധമാണ്. ആ DBS നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയില്ലെങ്കിൽ UK നമുക്ക് കെയർ ഹോമിൽ ഒരു ജോലിയും കിട്ടുകയില്ല. അങ്ങനെ ജോലി കിട്ടാതെ വന്നാൽ നമുക്ക് വിസ പുതുക്കാനൊക്കത്തില്ല, നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അതുപോലെ തന്നെ PR ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് റിജക്റ്റ് ആവും. അന്നേരം വളരെ കെയർഫുൾ ആയിരിക്കുക. ആദ്യത്തെ 5 വർഷം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലമാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് PR കിട്ടി ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ ക്യാൻസൽ ആക്കിയാലേ ബ്രിട്ടീഷ് പാസ്പോർട്ട് മാത്രമാകും. അത് കഴിഞ്ഞ് നമ്മൾ വലിയ കേസിലൊന്നും പിടിച്ചാലും അവർക്ക് ഇന്ത്യയിലോട്ട് നമ്മളെ കയറ്റിവിടാനൊക്കത്തില്ല. നമുക്ക് ഇവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയുള്ളൂ. പക്ഷേ നമ്മൾ വിസയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ അവർക്ക് നമ്മുടെ വിസ ക്യാൻസൽ ചെയ്ത് ഉടനെ തന്നെ അവർ തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് കയറ്റിവിടാൻ അവർക്ക് പറ്റുന്നതാണ്. പക്ഷേ എന്നാലും നമ്മളെ ആ കേസിനുള്ള ശിക്ഷ നമ്മളിവിടെ അനുഭവിച്ചിട്ട് മാത്രമേ അവർ നമ്മളെ തിരിച്ച് കയറ്റി വിടുകയുള്ളൂ. അത്തരം വളരെ കെയർഫുൾ ആയിരിക്കുക. PR കിട്ടുന്നവരെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, വീട്ടിലായാലും സമൂഹത്തിലായാലും എവിടെ ആയാലും നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.